ഫുഡ് കഴിച്ച ശേഷം വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി. വഴിയിൽ വെച്ച് കണ്ട ഒരു ആക്സിഡന്റ് ആണ്. ഒരു ട്രാക്ടർ തലകീഴായി മറിഞ്ഞു കിടക്കുന്നു. എങ്ങനെയാണ് സംഭവിച്ചെന്ന് അറിയില്ല. നേരം ഇരുട്ടി തുടങ്ങി. അങ്ങ് ദൂരെ മലകൾക്ക് പിറകിൽ സൂര്യാസ്തമിക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. സമയം 10:30 ആയപ്പോഴത്തേക്കും നമ്മൾ തിരിച്ചെത്തി. ഫുഡ് കഴിക്കാനായിട്ട് അടുത്ത് കണ്ട ഒരു തട്ടുകടയിൽ കയറി. ദോശയോ ഇഡ്ഡലിയോ പ്രതീക്ഷിച്ചു പോയാൽ നമുക്ക് നൂഡിൽസ് മാത്രമാണ് അവിടെ നിന്ന് കിട്ടിയത്. വില ഒരു പ്ലേറ്റിന് 80 രൂപ. 2 പ്ലേറ്റ് നൂഡിൽസ് വാങ്ങില്ല, ഒരു പ്ലേറ്റ് നൂഡിൽസ് വാങ്ങുള്ളൂ. കഴിച്ചു നോക്കിയിട്ട് കൊള്ളാമെങ്കിൽ മാത്രം രണ്ടാമത് പ്ലേറ്റ് വാങ്ങാമെന്ന് വിചാരിച്ചു. നൂഡിൽസിന് വലിയ ടേസ്റ്റ് തോന്നാത്തതുകൊണ്ട് നമ്മൾ രണ്ടാമത് പ്ലേറ്റ് വാങ്ങില്ല. നല്ല ക്ഷീണമുള്ളത് കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഉറങ്ങിയിട്ടാണ് വീണ്ടും യാത്ര തുടങ്ങിയത്. അടുത്ത ദിവസം വെളുപ്പാകാൽ 4 മണിയായപ്പോഴത്തേക്കും നമ്മൾ പേരമ്പല്ലൂരുള്ള സ്ഥിരം ഡീസൽ അടിക്കുന്ന പമ്പിലെത്തി. ഫുൾ ടാങ്ക് ഡീസൽ അടിക്കാനാണ് ഉദ്ദേശം. പെട്രോളിന് 103 രൂപ 51 പൈസയും ഡീസലിന് 95 രൂപ 14 പൈസയാണ് ഇന്നത്തെ വില. ടാങ്ക് ഫുള്ളാവാൻ 347 ലിറ്റർ അടിക്കേണ്ടി വന്നു. മൊത്തം 33,035 രൂപയാണ് ഫുൾ ടാങ്ക് അടിച്ചപ്പോൾ ആയ തുക. വണ്ടിയെടുത്ത് യാത്ര തുടങ്ങി. ഇനി ഏകദേശം ഒരു 60 കിലോമീറ്റർ കൂടെ ബാക്കിയുണ്ട് രാംകോയുടെ സിമെന്റ് ഫാക്ടറിയിലോട്ട് എത്താനായിട്ട്. 5:26 ആയപ്പോഴത്തേക്കും നമ്മൾ രാംകോ സിമെന്റിന്റെ ഫാക്ടറിയിലെത്തി.